നമസ്കാരം. നമ്മൾ ഇന്ന് +2 സുവോളജിയിലെ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന ചാപ്റ്ററിലെ മാമറി ഗ്ലാൻഡ്സുകളെ കുറിച്ചാണ് പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് മാമറി ഗ്ലാൻഡ്സുകൾ? അതായത് മാമൽസുകളുടെ ഫീമെയിൽ മാമൽസുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഫീച്ചറുകളിൽ ഒന്നാണ് പ്രസൻസ് ഓഫ് മാമറി ഗ്ലാൻഡ്സുകൾ. ഈ മാമറി ഗ്ലാൻഡ്സുകൾ എന്ന് പറയുന്നത് ഉണ്ടാക്കിയിരിക്കുന്ന രണ്ട് ടൈപ്പ് ടിഷ്യൂസുകൾ കൊണ്ടാണ്. ഒന്നാമത്തെ ഗ്ലാൻഡുലാർ ടിഷ്യൂസ്, രണ്ടാമത്തെ ഫാറ്റി ടിഷ്യൂസ്. അപ്പൊ എന്താണ് ഗ്ലാൻഡുലാർ ടിഷ്യൂസിന്റെ ഫംഗ്ഷൻ എന്ന് ചോദിച്ചാൽ, അമ്മയുടെ ശരീരത്തിൽ ഒരു കുഞ്ഞ് ഉണ്ടായതിനു ശേഷം കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള പാല് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അമ്മയുടെ മാമറി ഗ്ലാൻഡ്സുകളാണ്. അപ്പോൾ ഈ മാമറി ഗ്ലാൻഡ്സുകളുടെ മിൽക്ക് സെക്രീഷനെ സഹായിക്കുന്ന ടിഷ്യൂസുകളാണ് ഗ്ലാൻഡുലാർ ടിഷ്യൂസ് എന്ന് പറയുന്നത്. നമുക്കറിയാം, ഫീമെയിൽസിന് ഒരു ജോഡി ബ്രസ്റ്റ് അല്ലെങ്കിൽ മാമറി ഗ്ലാൻഡ്സുകളാണ് ഉള്ളത്. ഈ മാമറി ഗ്ലാൻഡ്സിൽ നിന്നാണ് കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി എങ്ങനെയാണ് ഗ്ലാൻഡുലാർ ടിഷ്യൂസ് മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. The glandular tissue of each mammary gland is divided into 15 to 20 lobes. അതായത് ഓരോ മാമറി ഗ്ലാൻഡുകളിലും 15 തൊട്ട് 20 വരെ ലോബുകളായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ആ ലോബുകളെ വിളിക്കുന്ന പേരാണ് മാമറി ലോബ്സ്. ഇനി ഒരു മാമറി ലോബ് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു 15 to 20 സെൽസുകളാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിൽ ആ സെല്ലുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആൽവിയോള എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ആൽവിയോളയുടെ ഫംഗ്ഷൻ? സ്റ്റോറേജ് ഓഫ് മിൽക്ക്. മിൽക്കിനെ സ്റ്റോർ ചെയ്യുന്ന സെല്ലുകളാണ്, ആ ഗ്രൂപ്പ് ഓഫ് സെൽസുകളാണ് ആൽവിയോളൈ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ആൽവിയോളൈ സെൽസുകൾ ചേർന്ന 15 to 20 ലോബുകളായിട്ടാണ് ഓരോ മാമറി ഗ്ലാൻഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി ഈ ആൽവിയോളയിൽ നിന്ന് ഓരോ ആൽവിയോളയിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അതിൽ നിന്നുണ്ടാകുന്ന ട്യൂബ്യൂൾസുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് മാമറി ട്യൂബ്യൂൾസുകൾ. അങ്ങനെയുള്ള മാമറി ട്യൂബ്യൂൾസുകൾ എല്ലാം ചേർന്നിട്ട് ഒരു മാമറി ഡക്റ്റുകളായിട്ടാണ് ഫോം ചെയ്യുന്നത്. ഈ മാമറി ഡക്റ്റുകൾ ഓരോ ലോബ്സിൽ നിന്ന് വരുന്ന മാമറി ഡക്റ്റുകൾ എല്ലാം കൂടി ചേർന്നിട്ട് ഒരു വലിയ ആംബ്യൂള ആയി മാറുന്നു. പിന്നീട് ഇങ്ങനെയുള്ള ആംബ്യൂള എന്ന് പറയുന്നതിൽ നിന്ന് ഒരു ലാക്ടിഫറസ് ഡക്റ്റിലേക്കാണ് തുറക്കുന്നത്. ഈ ലാക്ടിഫറസ് ഡക്റ്റിലൂടെയാണ് മിൽക്ക് നിപ്പിളിലേക്ക് എത്തുന്നത്. അപ്പോ എന്താണ് ഒരു മാമറി ഗ്ലാൻഡിന്റെ അറേഞ്ച്മെന്റ് എന്ന് ചോദിച്ചാൽ, ഓരോ മാമറി ഗ്ലാൻഡിനെയും നമ്മൾ 15 to 20 ലോബുകളാക്കി മാറ്റുന്നു. മാമറി ലോബ്സുകൾ എന്ന് വിളിക്കുന്നു. ഈ മാമറി ലോബ്സ് ഉണ്ടാക്കിയിരിക്കുന്ന ആ ക്ലസ്റ്റർ സെൽസുകളെയാണ് ആൽവിയോളൈ എന്ന് പറയുന്നത്. ആൽവിയോളയുടെ ഫംഗ്ഷൻ ആണ് സ്റ്റോറേജ് ഓഫ് മിൽക്ക്. പിന്നീട് ആ മിൽക്കിനെ പുറത്തേക്ക് കൊണ്ടുവരുന്ന ട്യൂബ്യൂൾസുകളെ വിളിക്കുന്ന പേരാണ് മാമറി ട്യൂബ്യൂൾസുകൾ. അപ്പൊ മാമറി ട്യൂബ്യൂൾസുകൾ ചേർന്ന മാമറി ഡക്റ്റിലേക്ക് ഓപ്പൺ ചെയ്യുന്നു. അങ്ങനെയുള്ള മാമറി ഡക്റ്റുകൾ ചേർന്നിട്ടൊരു വൈഡ് ആയിട്ടുള്ള ആംബ്യൂളയിൽ നിന്നത് ലാക്ടിഫറസ് ഡക്റ്റിലേക്കും ലാക്ടിഫറസ് ഡക്റ്റിൽ നിന്ന് ഫൈനൽ അത് നിപ്പിളിലേക്കുമാണ് സെക്രേറ്റ് ചെയ്യപ്പെടുന്നത്.